സ്വന്തം രാജ്യത്തെ താരങ്ങളാകട്ടെ അന്യനാട്ടിൽ നേരിട്ട നാണക്കേടിൽ മൗനം പാലിച്ചിരിക്കുകയാണ് പാക് സൈനിക മേധാവി അസീം മുനീർ. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ തന്നെ പാകിസ്ഥാൻ ഹോക്കി താരങ്ങളെ കൊണ്ട് പാത്രം കഴിയിക്കുകയും അവിടെ സമാനതകളില്ലാത്ത ക്രൂരതകളും മാനസിക പീഡനങ്ങളും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഈ ഹോക്കി താരങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ അനുകൂലമായ മറുപടി നൽകാൻ പോലും അസീം മുനീർ തയ്യാറാവാത്തതിലാണ് തങ്ങൾക്കിപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ സഹായ അഭ്യർത്ഥനയുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പാക് ഹോക്കി ടീം ക്യാപ്റ്റൻ ഷാക്കിൽ അഹമ്മദ് ഭട്ടാണ് പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ കായിക രംഗമാകട്ടെ അത് തകർച്ചയിലാണ് എന്നും സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പര്യടനത്തിനിടെ തന്നെ താരങ്ങളെ കൊണ്ട് പാത്രം കഴുകിച്ചതായും അടുക്കള വൃത്തിയാക്കാൻ നിർബന്ധിച്ചതായും ക്യാപ്റ്റൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതിൽ നിന്നും വ്യക്തമാണ് പാകിസ്ഥാൻ ജനത മറ്റേതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ബഹുമാനം എത്രത്തോളമാണ് എന്നത്. അതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വഹിക്കേണ്ടതും പാകിസ്ഥാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീകരതയ്ക്ക് കുട ചൂടുന്നതിനാൽ തന്നെയാകാം മറ്റു രാജ്യങ്ങളിൽ അവരെ ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. അതേസമയം മറ്റൊരു ഹോക്കി താരം അല്ലെങ്കിൽ അതിലെ ക്യാപ്റ്റനായി വ്യക്തി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് താരങ്ങൾക്ക് പാത്രം കഴുകേണ്ടി വന്നിരുന്നു. ഞങ്ങൾ മാനസികമായി തകർന്നിരിക്കുകയാണ്. ഈ മാനേജ്മെന്റിന്റെ കീഴിൽ മുന്നോട്ട് പോകാനാകില്ല എന്നും ഇവിടെ എടുത്തു പറയുകയാണ് ക്യാപ്റ്റനായ ഷാക്കിൽ അഹമ്മദ് ഭട്ട്. അതേപോലെ തന്നെ ഡിസ്നി വിമാനത്താവളത്തിൽ 14 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്ന താരങ്ങൾക്ക് അവിടെ കാൻവെറയിൽ എത്തിയപ്പോൾ തന്നെ ഹോട്ടലിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഫെഡറേഷൻ പണം നൽകാത്തതിനെ തുടർന്നുകൊണ്ട് കായിക താരങ്ങൾക്ക് മണിക്കൂറുകളോളം തന്നെ ബാഗുമായി തെരുവിലൂടെ തന്നെ അലയേണ്ടി വന്നു. അതേപോലെ തന്നെ Airbnb വഴി എടുത്ത താമസം പോലും 10 ദിവസത്തേക്ക് മാത്രമായിരുന്നു. പര്യടനത്തിന്റെ ബാക്കി ദിവസങ്ങളിൽ അവിടെ കുറഞ്ഞ ചിലവിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ ടീം നിർബന്ധിതരാകുകയും ചെയ്തു. ഓസ്ട്രേലിയയിൽ വെച്ച് പുറത്തുവിട്ട വീഡിയോയിൽ കാര്യങ്ങൾ വലിയ രീതിയിൽ ശുഭകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാനേജ്മെന്റിന്റെ സമ്മർദ്ദം മൂലമാണിതെന്നും താൻ അവിടെ നിന്ന് നുണ പറയുകയായിരുന്നു എന്നതായിരുന്നു ക്യാപ്റ്റൻ വെളിപ്പെടുത്തിയത്. അതേപോലെ തന്നെ പര്യടനത്തിനായി പാകിസ്ഥാൻ സ്പോർട്സ് ബോർഡ് നൽകിയ 1 കോടി രൂപയോളം എവിടെ പോയി എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഇവിടെ അന്വേഷിക്കണമെന്ന ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.